നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ത്രീകളിൽ ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ഇന്ത്യയിൽ ഓരോ 4 മിനിറ്റിലും ഒരു സ്ത്രീയിൽ സ്തനാർബുദം ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഓരോ 8 മിനിറ്റിലും ഒരാൾ സ്തനാർബുദം മൂലം മരണപ്പെടുന്നു എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് സ്തനാർബുദത്തെപ്പറ്റിയും അതിന്റെ പ്രതിരോധത്തെപ്പറ്റിയും ഒക്കെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ നിധില കോമത്ത് ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഈ സ്തനാർബുദത്തെ പറ്റി നമുക്ക് ഇത്രത്തോളം സ്തനാർബുദം ബാധിക്കുന്നു എന്നൊക്കെ പല വാർത്തകളിലും ഫീച്ചറുകളിലൊക്കെ നമുക്ക് വായിക്കാറുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സ്തനാർബുദം എന്ന് പലർക്കും അറിയണ്ടാവില്ല. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് സ്തനാർബുദം? നമുക്ക് ശരീരത്തിൽ എന്ത് മാറ്റം വരുമ്പോഴാണ് ഈ സ്തനാർബുദം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ എന്നത് ഇന്ന് ലോകത്തിലെയും ഇന്ത്യയിലെ തന്നെ സ്ത്രീകളിൽ വരുന്ന അർബുദങ്ങൾ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. പൊതുവെ സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നെങ്കിലും പുരുഷന്മാരിൽ ഒരു 1% മുതൽ 2% വരെ റിസ്ക് പുരുഷന്മാരിലും കണ്ടുവരാറുണ്ട്. ഈ അസുഖം സ്തനങ്ങളിൽ, അതായത് പൊതുവെ സ്ത്രീകളിലായതുകൊണ്ട് സ്തനങ്ങളിൽ ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അതിലൊരു മുഴയോ അല്ലെങ്കിൽ സ്തനങ്ങളിൽ വരുന്ന മുലക്കണ്ണിൽ നിന്ന് നീര് വരുന്ന രീതിയിലോ രക്തം കലർന്ന നീര് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ കക്ഷങ്ങളിലെ കഴലുകൾക്ക് വീക്കം വരുന്ന രീതിയിലോ ആണ് പൊതുവെ കണ്ടുവരാറ്. ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജ്, അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖം തന്നെയാണ്. അർബുദം ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ മുഴുവനായും അസുഖം മാറ്റാവുന്ന രീതിയിലുള്ള ഒരു അസുഖം തന്നെയാണിത്. പുതിയ ചികിത്സാ രീതികൾ പ്രകാരം രോഗിക്ക് തനിക്ക് അസുഖം വന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ചികിത്സാ ശേഷം ശരിയായ രീതിയിലുള്ള ചികിത്സയും ശരിയായ രീതിയിലുള്ള ഫോളോ അപ്പ് കെയറും ഉണ്ടെങ്കിൽ രോഗിയെ തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലേക്ക് തന്നെ വരാവുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടർ, അതേപോലെ ഈ സ്തനാർബുദത്തെ പറ്റിയൊക്കെ നമുക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ വായിക്കും, അതിനൊക്കെ ശേഷം സ്ത്രീകൾക്ക് ഈ ബ്രസ്റ്റിലുണ്ടാകുന്ന എല്ലാ തടിപ്പുകളും മുഴകളും ഒക്കെ ക്യാൻസർ ആണോ എന്നൊരു ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സ്തനത്തെ ബാധിക്കാൻ സാധ്യതയുള്ള മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ എല്ലാ മുഴകളും പേടിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ഒരിക്കലുമില്ല. നമ്മള് പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, അതായത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന മുഴകളെല്ലാം ക്യാൻസർ മുഴകളാണോ എന്നുള്ളത്. ഒരിക്കലും അല്ല. അതായത് നമ്മളെ സ്തനങ്ങളിൽ ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. അതായത് മുഴകൾ, ഞാൻ പറഞ്ഞ പോലെ മുലക്കണ്ണിൽ നിന്ന് നീര് വരുന്ന അസുഖം, കക്ഷത്തിലുള്ള കഴലകള്, സ്തനങ്ങളിലെ സ്കിൻ, അതായത് സ്തനത്തിന്റെ തൊലികളിൽ വരുന്ന കളർ വ്യത്യാസങ്ങളും അതിൽ വരുന്ന പഴുപ്പ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാറ്. അതിൽ ഒന്നാമത്തെന്ന് പറയുകയാണെങ്കിൽ മുഴകൾ. ബ്രസ്റ്റിൽ ബാധിക്കുന്ന എല്ലാ മുഴകളും ക്യാൻസർ മുഴകളല്ല. ഒരു 18 മുതൽ 30 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ചെറിയ മുഴകൾ, അതായത് കൈകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കൈകൊണ്ട് തെന്നി മാറി കളിക്കുന്ന മുഴകൾ എന്ന് പറയും. അതാണ് ഫൈബ്രോ അഡെനോമ. അത് ഒരിക്കലും ക്യാൻസർ ആവാൻ സാധ്യതയുള്ള ഒരു മുഴയല്ല. അതിന് നമ്മളൊരു സർജറി, അതായത് അത് എടുത്ത് മാറ്റേണ്ട രീതിയിലുള്ള സർജറി ചെയ്യണമെന്നും ഇൻഡിക്കേറ്റഡ് അല്ല. പക്ഷെ ചില കാര്യങ്ങൾ, അതായത് അതിൽ വലിപ്പം കൂടി വരികയാണ്, അത് അസഹ്യമായ ഒരു വേദന, സ്ഥിരമായിട്ടൊരു വേദനയായിട്ട് രോഗിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ കുത്തി പരിശോധനയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എടുത്ത് കളയണം എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അല്ലാത്തൊരു കണ്ടീഷനിൽ അത് എടുത്ത് കളയേണ്ട രീതിയിൽ, ഒരു 2 സെന്റിമീറ്റർ വരെ വലുപ്പമുള്ള മുഴയാണെന്ന് നമ്മൾ എടുത്ത് കളയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ക്യാൻസർ ആവാനുള്ള 0% റിസ്ക് മാത്രം അതിനുള്ളൂ. രണ്ടാമത്തെ ആയിട്ട് ഈ 30 വയസ്സിന് മേലെയുള്ള സ്ത്രീകളിൽ നമ്മൾ അസഹ്യമായ വേദന, 2 മാറിടങ്ങളിലും സ്ഥിരമായ വേദന ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ സിസ്റ്റ്, അതായത് മൾട്ടിപ്പിൾ കുമിളകളായിട്ട് സ്തനങ്ങൾക്കുള്ളിൽ നീര് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, അതായത് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്. അതാണ് അങ്ങനെ ഒരു കണ്ടീഷനിലും രോഗിക്ക് ബുദ്ധിമുട്ടായി വരുന്നത്. അത് യൂഷ്വലി നമുക്ക് മരുന്നുകളിലൂടെ തന്നെ മാറ്റിക്കൊണ്ടുവരാവുന്ന ഒരു അസുഖം തന്നെയാണ്. അടുത്തതായി കാണപ്പെടുന്നത് തൊലിപ്പുറത്ത് വരുന്ന ചേഞ്ചസ്, അതായത് തൊലിയിൽ റെഡ്നെസ് വരിക, ഭയങ്കരമായ പെയിൻ, അങ്ങനെ അസഹ്യമായ വേദനയായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അത് ഒന്നെങ്കിൽ മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ആക്സിസ്. യൂഷ്വലി കണ്ടുവരുന്ന നമ്മൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിലോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരിലോ ആണ് കണ്ടുവരുന്നത്. അത് പാല് കെട്ടിക്കിടന്ന് അത് പഴുപ്പായി വരുന്ന രീതിയിൽ മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ആബ്സെസ് ആയിട്ട് തന്നെ പഴുപ്പായിട്ട് തന്നെ വരുന്ന കേസസ്. അതിലും ഒരു പരിധി വരെ നമുക്ക് മരുന്നുകളിലൂടെ അത് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് പഴുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ പഴുപ്പ് മുറിവുണ്ടാക്കി പഴുപ്പ് കളയാവുന്നതുമാണ്. ഇതല്ലാതെ അടുത്ത വേറെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുലക്കണ്ണുള്ളിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ. അതും
സ്ഥലങ്ങളിൽ വേദന ഉണ്ടാക്കാനും സാധാരണയായിട്ട് വരുന്ന നമ്മുടെ ഡിസ്ചാർജുകൾ പുറത്തേക്ക് വരാതെ അത് കെട്ടിക്കിടന്ന് പഴുപ്പ് വരാനുള്ള സാധ്യതയും കണ്ടുവരാറുണ്ട്. ഇതിൽ നീര് അതല്ലാതെ മൂലക്കണ്ണിലൂടെ നീര് വരുന്നൊരു അസുഖം കൂടെയുണ്ട്. അത് വിവിധ തരത്തിൽ, അതായത് കളറില്ലാത്ത നമ്മൾ സാധാ വെള്ളം പോലത്തെ നീര് വരുന്നതുണ്ട്, പാല് തന്നെ നീരായി മുലക്കണ്ണിലൂടെ വരുന്നതായി കണ്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ രക്തം കലർന്ന നീരും വരാറുണ്ട്. രക്തം കലർന്ന നീര് വരുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം മരുന്നുകളിലൂടെ തന്നെ മാറുന്നതാണ്. ചില കേസുകളിൽ സർജറി വേണ്ടി വന്നേക്കാം. പക്ഷെ രക്തം കലർന്ന നീര് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാൻസർ അല്ലാതെ നമ്മളെ ബ്രസ്റ്റിൽ വന്നേക്കാവുന്ന മറ്റസുഖങ്ങൾ. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഇതിലേതെങ്കിലും ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ശരിക്കും ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു രോഗി നമ്മുടെ അടുത്ത് വരുന്നതിന്റെ സ്ഥിരമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മുഴ തന്നെയാണ്. അതായത് മാറിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വേദനയൊന്നും ഇല്ലാതെ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ തട്ടിപ്പോകുമ്പോഴോ ഒക്കെ കണ്ടുവരുന്ന ചെറിയൊരു തടിപ്പുമായി രോഗി വരും. രണ്ടാമതായി മുലക്കണ്ണ് ഉൾവലിഞ്ഞു പോവുക, സ്ഥലങ്ങളിലുള്ള സ്കിൻ, അതായത് അവിടുത്തെ തൊലിയിൽ ഉൾവലിക്ക്, അത് ഈ പറഞ്ഞ ഗ്രോത്ത് കാരണം, അതായത് സ്ഥലങ്ങളിലെ മുഴ കാരണം ഉണ്ടായേക്കാവുന്ന തൊലി പുറത്തു വരുന്ന ചേഞ്ചസ് വരാം. നിപ്പിളിലൂടെ അല്ലെങ്കിൽ മുലക്കണ്ണിലൂടെ രക്തം കലർന്ന നീര് വരാം. അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ മാറിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ കക്ഷത്തിൽ മാത്രം ഒരു ചെറിയ മുഴയുമായി രോഗി നമ്മുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൈകൊണ്ട് കിട്ടാവുന്ന ഒരു മുഴ മാറിലുണ്ടാവില്ല, പക്ഷെ കക്ഷത്തിൽ കഴലകൾ, അതായത് നമ്മുടെ ഈ മാറിലുള്ള അസുഖം കക്ഷത്തിലേക്ക് സ്പ്രെഡായി കക്ഷത്തിലെ കഴലകളിൽ മാത്രം അസുഖം പുറത്തേക്ക് കാണിക്കുന്ന രീതിയിലും ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഡോക്ടർ? എങ്ങനെയുള്ളവരാണ് ഈ ക്യാൻസർ സാധ്യത കൂടുതലുള്ളത്? അതായത് മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങളാണ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടറായിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഈസ്ട്രോജൻ ഹോർമോൺ അളവ് എപ്പോഴാണോ രോഗിയിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഒന്നാമത്തേതായി ഏർലി മെനാർക്ക്, അതായത് നേരത്തെ തന്നെ ഒരു 11 വയസ്സ് മുന്നേ തന്നെ കുട്ടി ആർത്തവം ആവുകയാണ്, അതായത് പിരിയഡ്സ് ആവുകയാണ് എന്നുള്ള കേസുകളിലും, ലേറ്റ് ആയിട്ട് മെനോപോസ്, അതായത് 45 വയസ്സും 50 വയസ്സിന് ശേഷവും പിരിയഡ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കേസുകളിലാണ് നമ്മൾ കൂടുതൽ ഈസ്ട്രോജൻ നമ്മുടെ ബോഡിയിൽ അളവിൽ കൂടുതൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് എപ്പോഴും രോഗി ബ്രസ്റ്റ് ക്യാൻസറിന് കൂടുതലായിട്ട് പ്രോൺ ആയിട്ടുള്ള കണ്ടീഷൻ. ഇത് കൂടാതെ തന്നെ പൊണ്ണത്തടി, അതായത് ഒബിസിറ്റി, വ്യായാമം ഇല്ലാത്ത അവസ്ഥയിലും നമ്മുടെ തടി കൂടി വരുന്നതും ഈസ്ട്രോജന്റെ അളവ് കൂടി വരുന്ന കണ്ടീഷനിലും ഒക്കെയാണ് റിസ്ക് ഫാക്ടർ ആയിട്ട് പറയാം. ഇതൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താവുന്ന, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും അല്ലാതെ നമ്മുടെ ബോഡിയിൽ ജനറ്റിക് ആയിട്ടും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരാറാണ്. അതായത് ജനറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ളത് അത് ഏകദേശം ഒരു 20% തന്നെയേ ഉള്ളൂ. ബാക്കി 80 നമ്മൾ പറഞ്ഞ ബാക്കി റിസ്ക് ഫാക്ടറുകളാണ്. 20% ആൾക്കാരിൽ ജനറ്റിക് ആയിട്ടും മ്യൂട്ടേഷൻ, നമ്മുടെ ജീനിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ക്യാൻസർ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ജീനിൽ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ കാരണമായിട്ട് നമുക്ക് ക്യാൻസർ വരുന്നത്. ഒരു കോമൺ എക്സാമ്പിൾ ആണ് BRCA1 അല്ലെങ്കിൽ BRCA1 എന്ന് പറഞ്ഞൊരു മ്യൂട്ടേഷൻ കണ്ടുവരാറുണ്ട്. അത് പൊതുവെ സ്ത്രീകൾ റിലേറ്റഡ് ആയി, നമ്മൾ മെറ്റേണലി റിലേറ്റഡ് ആയിട്ടുള്ള അമ്മമാരിൽ, അതായത് നമ്മുടെ ഒരു സ്ത്രീയുടെ അമ്മായിയമ്മ അങ്ങനെയുള്ള റിലേഷനിൽ വരുന്ന ജനറ്റിക് മ്യൂട്ടേഷൻ ആണ്. അവർക്ക് യൂഷ്വലി ബ്രസ്റ്റിൽ മാത്രമല്ല അവരുടെ അണ്ടാശയത്തിൽ അല്ലെങ്കിൽ യൂട്രസിലും ഒക്കെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്കും കൊടുക്കാറുള്ളത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ. ഡോക്ടർ, അതുപോലെ ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് കേൾക്കാറുണ്ട്. പലപ്പോഴും സ്ത്രീകളോട് സ്വയം പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് പറയാറുമുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രോഗി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ, ഒരു സ്ത്രീ തന്നെ സ്വന്തം മാറിടങ്ങൾ ഡെയിലി പരിശോധിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഇതാണ്. അതായത് എല്ലാ മാസങ്ങളിലും ആർത്തവം കഴിഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ നമ്മൾ കൈപ്പത്തിയുടെ ഉൾഭാഗം വെച്ച് നമ്മൾ സ്ഥലങ്ങൾ പരിശോധിക്കുന്ന ഒരു മെത്തേഡാണത്. അത് 2 സ്ഥലങ്ങളിലും 2 ഓപ്പോസിറ്റ് ഹാൻഡ് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണ് വേണ്ടത്. അത് എല്ലാ ക്വാഡ്രന്റിലും ക്ലോക്ക് വൈസ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ഥലങ്ങൾ ഒന്നുകിൽ കണ്ണാടിയുടെ മുൻപിൽ നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണാടി മുമ്പിൽ നിന്നിട്ട്
ഒരു ഉൾഭാഗം തൊട്ട് മറ്റ് തിരിച്ചു വന്ന ക്ലോക്കിന്റെ ഒരു ഭാഗം മുഴുവൻ നോക്കുന്നത് പോലെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിപ്പിളിലൂടെ നീര് വരിക, നമ്മുടെ സ്ഥലങ്ങളിലെ അടിഭാഗവും പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. കക്ഷങ്ങളും പരിശോധിച്ച് നോക്കുക. എന്തെങ്കിലും ഒരു തടിപ്പോ അല്ലെങ്കിൽ വ്യതിയാനങ്ങളോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഒരു വൈദ്യസഹായം വേണം, ഡോക്ടറെ അടുത്ത് പോയി ബാക്കി പരിശോധനകൾ ചെയ്യേണ്ടതാണ്. സംശയം പോലും ഉണ്ടെങ്കിലും അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അത് എല്ലാ സ്ത്രീകളും ഒരു 20 വയസ്സിന് മേലെ തന്നെ, 20-25 വയസ്സിന് മേലെ തന്നെ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടതാണ്. നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, ഇത് ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ക്യാൻസർ കണ്ടുപിടിക്കുക? എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത്? ഒരു രോഗി ഈ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിലൂടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ട് ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ അതൊരു ട്രിപ്പിൾ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ, അതായത് രോഗി വരുന്നു, ഡോക്ടറോട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു, ഡോക്ടർ അവരെ എക്സാമിൻ ചെയ്യുകയാണ്. അതായത് ആദ്യമായി നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. നമ്മുടെ ഡോക്ടറുടെ കൈകൊണ്ട് വെച്ച് രോഗിയിൽ പരിശോധന നടത്തുകയാണ്. പരിശോധനയിൽ എന്തെങ്കിലും ഒരു തടിപ്പോ കാര്യങ്ങളോ കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു ഇമേജിങ്, അതായത് മാമോഗ്രാം, 40 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ നമ്മൾ സോണോ മാമോഗ്രാം ആണ്, അതായത് അൾട്രാസൗണ്ട് മാമോഗ്രാം, അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ആണ് യൂഷ്വലി ചെയ്യുക. അതോ അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എക്സ്റേ മാമോഗ്രാം ആണ് ചെയ്യുക. അത് രണ്ട് ബ്രസ്റ്റും നമ്മൾ രോഗി കംപ്ലൈന്റ് പറയുന്ന ഒരു സ്ഥലം മാത്രമല്ല, 2 മാരടങ്ങളും നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇമേജിങ് ചെയ്യും, അതായത് മാമോഗ്രാം ചെയ്യും. അങ്ങനെ മാമോഗ്രാമിൽ നമുക്ക് എന്തെങ്കിലും ഒരു തടിപ്പ്, ഈ പറഞ്ഞ നമ്മൾ കൈകൊണ്ട് കിട്ടിയ രീതിയിലുള്ള തടിപ്പ് മാമോഗ്രാമിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അതായത് കോർ നീഡിൽ ബയോപ്സി, കുത്തി പരിശോധന എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകും. കുത്തി പരിശോധന ചെയ്യുന്നത് വളരെ ചെറിയൊരു നീഡിലാണ്, അത് പെയിൻഫുൾ ആയിട്ട് എന്നുള്ള രീതിയിലൊന്നുമല്ല, അത് ഒരു വേദന ഉണ്ടാക്കുന്ന രീതിയിലും അല്ല. ഈ മാമോഗ്രാം എന്നുള്ള ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുത്തി പരിശോധനയ്ക്ക് വിടേണ്ട രീതിയിലുള്ള മുഴകളാണോ എന്നുള്ളൊരു സ്റ്റേജിങ് ഉണ്ട്, ഒരു ബ്രാഡ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിങ് ഉണ്ട്. ആ സ്റ്റേജിങ് അനുസരിച്ചാണ് നമ്മൾ അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ്, കുത്തി പരിശോധനയ്ക്ക് വിടേണ്ട മുഴയാണോ അല്ല നമുക്ക് ഫോളോ അപ്പ് മാത്രം, 6 മാസത്തെ ഫോളോ അപ്പ് മാത്രം മതിയോ എന്നുള്ളത് നമ്മൾ അതുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കുത്തിപ്പരിശോധന കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബയോപ്സിയുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും രോഗിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യൂ. അതായത് ട്രിപ്പിൾ അസസ്മെന്റ് എന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ രോഗിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കാറുള്ളൂ. എങ്ങനെ ഈ പരിശോധനയിലൂടെ ക്യാൻസർ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ ചെയ്യുന്ന ചികിത്സാ രീതികൾ ഏതൊക്കെയാണ് ഡോക്ടർ? അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് സ്റ്റേജിലാണ് നമ്മൾ, അതായത് നമ്മളിപ്പോ ഒരു മുഴ വന്നു, മുഴ വളരെ ചെറിയ മുഴയുടെ സൈസ് വെക്കും, മുഴയിൽ നിന്നും അർബുദം കക്ഷത്തിലെ കഴലുകളിലേക്ക്, ബ്രസ്റ്റിൽ നിന്നും ആദ്യമായി സ്പ്രെഡ് ആവുന്നത് കക്ഷത്തിലെ കഴലുകളിലേക്കായിരിക്കും. കക്ഷത്തിലെ കഴലുകളിലേക്ക്, ഈ ലിംഫ് നോഡുകളിലേക്ക് നമ്മുടെ ക്യാൻസർ എത്തിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ സ്റ്റേജിങ് ഉണ്ട്. അത് കഴിഞ്ഞ് മറ്റ് അവയവങ്ങളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ആയിട്ടുണ്ട്, അർബുദത്തിന്റെ സെല്ലുകൾ മറ്റ് അവയവങ്ങളിലേക്ക്, അതായത് ശ്വാസകോശം, വയറിനുള്ളിലുള്ള ലിവർ, അതല്ലാതെ നമ്മുടെ എല്ലുകളിലേക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കൂടെയുള്ള ടെസ്റ്റുകൾ, മാമോഗ്രാമും ബയോപ്സിയും കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കും, നമ്മൾ വയറിന്റെ അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ CT സ്കാനുകളും അതിന്റെ കൂടെ തന്നെ ഒരു പെറ്റ് സ്കാനും കൂടെ ചെയ്യും. കാരണം ഏത് സ്റ്റേജിലാണ് രോഗി നിൽക്കുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ബാക്കി ട്രീറ്റ്മെന്റ്. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, അതായത് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഏർലി സ്റ്റേജിലാണോ, ലേറ്റ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ്. മെറ്റാസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ മറ്റവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുള്ള ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ കൺഫേം. ഇതൊക്കെ കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചികിത്സാ രീതിയെ പറ്റി പറയുന്നത്. പണ്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ഒരു മാരടം അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റിൽ നമ്മൾ അർബുദം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മാരടം മുഴുവനായിട്ട് നീക്കം ചെയ്യുകയും അതിനൊരു കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനെയൊക്കെ മാറം എന്ന് പറയുന്ന ഒരു സർജറി, റെഡിക്കൽ മാസ്റ്റെക്ടമി എന്നുള്ള രീതിയിലായിരുന്നു മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ പറഞ്ഞ രോഗികളിൽ ഭയങ്കരമായ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട്, ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലൊക്കെ എത്തും. പല രോഗികൾ അല്ലെങ്കിൽ പല സ്ത്രീകളും അവരവരുടെ രോഗം പുറത്ത് പറയാതെ തന്നെ നിന്നത് ഈ ചികിത്സാ രീതിയെ പറ്റി പേടിച്ചിട്ടുള്ള ഒരു പേടി കൊണ്ട് തന്നെയാണ്, അതായത് മാരടം മുഴുവനായി നീക്കം ചെയ്യുന്നുള്ള പേടി. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല, ഒരു സ്ത്രീയുടെ മാരടം അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവൽ, അത് മാരടത്തിലുള്ള മുഴ മാത്രം എടുത്ത് അതിന്റെ ചുറ്റുമുള്ള ഒരു ഭാഗം നല്ല കോശങ്ങളും എടുത്ത് നീക്കം ചെയ്തിട്ട് വേണ്ടി വരികയാണെങ്കിൽ കക്ഷത്തിലെ കഴലുകൾ അത് നമ്മളൊരു ടെസ്റ്റ് ചെയ്യും, അതായത് സെന്റിനൽ ലിംഫ് നോഡ് എന്നുള്ള ടെസ്റ്റ് ചെയ്ത്
ആ ടെസ്റ്റിൽ കക്ഷത്തിലെ കഴലുകൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കക്ഷത്തിലെ കഴലുകളും കൂടെ നീക്കം ചെയ്ത് അതിനുശേഷം റേഡിയോ തെറാപ്പി എന്നൊരു, അതായത് ബാക്കിയുള്ള മാറ് നമ്മള് അർബുദം എടുത്ത് മാറ്റിയിട്ടുള്ള ബാക്കിയുള്ള മാറിലേക്ക് റേഡിയോ തെറാപ്പി കൊടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത്, അതായത് മാരടത്തിൽ നിന്ന് അർബുദം നീക്കം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മളിപ്പം ഓങ്കോപ്ലാസ്റ്റി, അതായത് ബ്രസ്റ്റിന്റെ ഒറിജിനലി ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ബ്രസ്റ്റിന്റെ, അതായത് ഓപ്പോസിറ്റ് സ്തനത്തിന്റെ അതേ രീതിയിൽ, അതേ സൈസ്, അതേ ഷേപ്പ്, അതേ കോണ്ടോർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ സർജറി മുന്നോട്ട്, അതായത് സർജറിയുടെ നൂതന രീതികളാണ്. ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആണ് നമ്മൾ യൂഷ്വലി ഈ പറഞ്ഞ ക്യാൻസർ സർജറികളായിട്ട് ചെയ്യുന്നത്. അർബുദം നീക്കം ചെയ്തതുകൊണ്ട് തന്നെ രോഗിക്ക് തനിക്ക്, അതായത് അർബുദം നീക്കം ചെയ്തതിന് ശേഷവും തന്റെ സ്ഥാനം പഴയ പോലെ തന്നെ അതിന്റെ അതേതായിട്ടുള്ള ഷേപ്പിലും സൈസിലും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ രോഗിക്ക് ഒരസുഖം വന്നിട്ടുണ്ട് എന്ന് ബാക്കി ഫോളോ അപ്പിൽ വരുമ്പോൾ പോലും അവർക്ക് അസുഖം വന്നു എന്ന് പോലും തോന്നാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിപ്പം സർജറികൾ ചെയ്യുന്നത്. അതിന്റെ കൂടെ ഈ കക്ഷത്തിലെ കഴലുകൾ നീക്കം ചെയ്യുമ്പോൾ കയ്യിൽ നീര് വരിക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് 15-20% കക്ഷത്തിൽ കയ്യിൽ നീര് വരും കക്ഷത്തിലെ കഴലുകൾ നീക്കം ചെയ്യും. അതിനും നമ്മൾ ഇപ്പം മോഡേൺ ആയിട്ട്, അതായത് സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും പറ്റുന്നുണ്ട്. ഈ സ്ഥലം, അതായത് നമ്മൾ റീകൺസ്ട്രക്ഷൻ എന്നാണ്, ഓങ്കോപ്ലാസ്റ്റിക് റീകൺസ്ട്രക്ഷൻ ഒക്കെയാണ് സർജറി ചെയ്യുന്നത്. ആ സർജറി നമ്മുടെ സ്വന്തം രോഗിയുടെ സ്വന്തം കോശങ്ങൾ തന്നെ മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു കോശം എടുത്തിട്ടോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ചെയ്യേണ്ട കേസസും വരാറുണ്ട്. അതായത് ഇംപ്ലാന്റ് ഒക്കെ നമ്മൾ വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഒരു ലിമിറ്റ് വരെ നമ്മളെപ്പോഴും സ്വന്തം കോശങ്ങൾ വെച്ചിട്ട് അവിടെ നിന്നുള്ള സെല്ലുകളും കാര്യങ്ങളും അവിടെ നിന്നുള്ള മസിൽ ഫ്ലാപ്പും അങ്ങനത്തെ ഉള്ളതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും വരാറില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജിങ്, അതായത് ഏത് അവസ്ഥയിലാണോ രോഗി നമ്മളുടെ അടുത്ത് എത്തുന്നത് എന്നുള്ളതാണ്. എപ്പോഴും ഏർലി ഡയഗ്നോസിസ് തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ എപ്പോഴും ഏർലി ഡയഗ്നോസിസ് തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ തന്നെ രോഗിക്ക് ഫോളോ അപ്പിൽ ഒരു 1 year ഫോളോ അപ്പ് ആദ്യം വേണം. ആ ഫോളോ അപ്പിലും രോഗി എപ്പോഴും നമ്മളുടെ അടുത്ത് തിരിച്ചെത്തണം എന്നുള്ളൊരു ആ ലെവലിൽ തന്നെ മുന്നോട്ട് പോകാം. എന്നാലേ ഇത് സക്സസ്ഫുൾ ആയൊരു ട്രീറ്റ്മെന്റ് ആവുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.